നമസ്കാരം. വല്ലാത്തൊരു മത്സരത്തിൻ്റെ കാലത്തൂടാണ് നമ്മുടെ യാത്ര. മാതാപിതാക്കൾ അത്യാവശ്യം നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ മക്കളെ അതിനേക്കാൾ ഉയർന്ന നിലയിൽ എത്താനുള്ള മത്സരമാണ്. മക്കൾക്ക് ലോകത്തിൻ്റെ സ്വാഭാവികമായ സൗന്ദര്യവും സുഖവുമൊക്കെ അവർ നിഷേധിക്കുകയാണ്. അവരുടെ ജീവിത സൗകര്യങ്ങൾക്ക് അനുസൃതമായ ഒരു പ്രൊട്ടക്റ്റഡ് സപ്പോർട്ടാണ് അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ദുർബല നിമിഷത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ കുട്ടികൾ തകർന്നു പോകുന്നു. ഇതിനൊപ്പമാണ് പിയർ പ്രഷർ എന്നറിയപ്പെടുന്ന മറ്റുള്ളവരെക്കാൾ മുൻപിലെത്താൻ വേണ്ടിയുള്ള അക്കാദമിക മത്സരം. അത് അവസാനിപ്പിക്കാൻ ഒരുപാട് നീക്കങ്ങൾ സർക്കാർ നടത്തുന്നുണ്ടെങ്കിലും അത് അവസാനിപ്പിക്കുക സാധ്യമല്ല. ഏറ്റവും പ്രശസ്തമായ സ്കൂളുകൾ, ഉയർന്ന നിലവാരമുള്ള അധ്യാപകർ, സമ്പന്നരായ വിദ്യാർത്ഥികൾ, മികച്ച സിലബസൊക്കെയുള്ള സ്കൂളുകൾ, അത്തരം സ്കൂളുകൾ നഗരങ്ങളിൽ കൂടിക്കൂടി വരുന്നു. സമ്പന്നരായ മക്കളൊക്കെ ഇത്തരം സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കുന്നു. ഇത്തരം സ്കൂളുകളിൽ പാലായിലെ ബ്രില്യൻ്റ് കോച്ചിങ് സെൻറ്റർ ഒരു കൗണ്ടർ തുടങ്ങും, അല്ലെങ്കിൽ ഒരു സെൻറ്റർ തുടങ്ങും. അത് നിയമപരമാണോ എന്നതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ട്. അതിന് GST അടയ്ക്കണമോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് പോലും തർക്കങ്ങളുണ്ട്. എന്നാൽ ഈ പാലായിലെ ബ്രില്യൻസിൻ്റെ സെൻറ്റർ ഉണ്ടെങ്കിൽ അവിടെ വിദ്യാർത്ഥികളുടെ ഇടി കൂടുതലാണ്. അതുകൊണ്ട് 5 സ്റ്റാർ സ്കൂളുകളൊക്കെ തന്നെ പാലായിലെ ബ്രില്യൻസിൻ്റെ സെൻറ്റർ കൂടി തുടങ്ങും. യഥാർത്ഥത്തിൽ പാലായിലെ ബ്രില്യൻസിൻ്റെ പരിശീലനവും 5 സ്റ്റാർ സ്കൂളുകളിലെ മത്സരബുദ്ധിയുമൊക്കെ കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കുന്നത് വലിയ സമ്മർദ്ദങ്ങളാണ്. ഈ സമ്മർദ്ദത്തെ നേരിടാൻ കഴിയാതെ പല കുട്ടികളും മരണം ചോദിച്ചു വാങ്ങുന്നു. പക്ഷെ നമ്മളാരും അറിയത്തേയില്ല. കാരണം സമ്പന്ന ഫ്ലാറ്റുകളിൽ, സമ്പന്ന വീടുകളിൽ, സമ്പന്ന സ്ഥാപനങ്ങളിൽ നടക്കുന്നതൊന്നും അതേപടിയല്ല പുറം ലോകത്തേക്ക് എത്തുന്നത്. ഫ്ലാറ്റിൽ നിന്ന് വീണു മരിച്ചു എന്നായിരിക്കും വാർത്ത പുറത്തു വരുന്നത്. കാൽവഴുതി വീണതാണെന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിയും. എന്നാൽ പിന്നീട് ആരുമൊന്നും അറിയില്ല. ഇക്കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ എറണാകുളത്ത് ദുരൂഹമായി അങ്ങനെ കൊല്ലപ്പെട്ടത് 2 കുട്ടികളാണ്. ഒരാൾ തൃപ്പൂണിത്തറയിലെ ആഡംബര ഫ്ലാറ്റ് സമുച്ചയമായ ചോയ്സിൻ്റെ 26ാം നിലയിൽ നിന്നും വീണു മരിച്ചു എന്നാണ് വാർത്ത. കൂടുതൽ വിശദാംശങ്ങളൊന്നും, എന്തിനേറെ ഫ്ലാറ്റ് കമ്പനിയുടെ പേര് പോലും അധികം വാർത്തകളിൽ കണ്ടില്ല. പിന്നീട് ഫോളോ അപ്പുമില്ല. 26ാം നിലയിൽ നിന്നും എങ്ങനെയാണ് ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥി കാൽ വഴുതി വീഴുന്നത് എന്നതിനെക്കുറിച്ച് പിന്നീട് ഒരു വാർത്തയും ഒരിടത്തും വന്നില്ല. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കാക്കനാട് മറ്റൊരു +1 വിദ്യാർത്ഥി ആ ഫ്ലാറ്റിൻ്റെ സ്വിമ്മിംഗ് പൂളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത പുറത്തു വന്നു. ഇതും എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വിശദാംശങ്ങളൊന്നും മാധ്യമങ്ങൾ കൊടുക്കില്ല. രണ്ടും പിയർ പ്രഷർ താങ്ങാൻ കഴിയാതെ സ്വയം മരണം ചോദിച്ചു വാങ്ങിയതാണ് എന്ന് തന്നെയാണ് സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കൊച്ചിയിലെ നൈപുണ്യ സ്കൂളിൽ പഠിക്കുകയായിരുന്നു കാക്കനാട് ഫ്ലാറ്റിൽ നിന്നും സ്വിമ്മിംഗ് പൂളിൽ വീണ് മരിച്ച ജോഷോ എന്ന വിദ്യാർത്ഥി. അപ്പനും അമ്മയും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. രാത്രിയിൽ മകൻ ഉറങ്ങാൻ കിടന്നതാണ്. പിറ്റേ ദിവസം സെക്യൂരിറ്റിയാണ് സ്വിമ്മിംഗ് പൂളിൽ മൃതദേഹം കണ്ടെത്തുന്നത്. വലിയ തോതിലുള്ള പഠന സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാതെയാണ് ആ 17കാരൻ മരണം ചോദിച്ചു വാങ്ങിയത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്നാൽ തൃപ്പൂണിത്തുറയിലെ ചോയ്സ് ഫ്ലാറ്റിന്റെ 26ാം നിലയിൽ നിന്നും വീണ് മരിച്ച മിഹിർ അഹമ്മദിന്റെ മരണം കൂടുതൽ ചോദ്യമായി മാറുന്നു. മിഹിർ പഠിച്ചിരുന്നത് കൊച്ചിയിലെ 5 സ്റ്റാർ സ്കൂളായ ജെംസ് അക്കാദമിയിലാണ്. ജെംസ് അക്കാദമിയിലെ വൈസ് പ്രിൻസിപ്പൽ ബോധപൂർവം മിഹിറിനെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചെന്നും അവിടെ നിന്ന് സ്കൂളിൽ നിന്നും പറഞ്ഞു വിട്ടെന്നും ആ സമ്മർദ്ദം താങ്ങാനാവാതെ മരണം തെരഞ്ഞെടുത്തു എന്നുമാണ് മിഹിറിൻ്റെ അമ്മ രജന ആ സ്കൂളിന് തന്നെ കത്തെഴുതിയത്. ആ കാലയളവിലുള്ള പല കമ്മ്യൂണിക്കേഷനുകളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. മിഹിറിനെ പ്രകോപിപ്പിച്ച ഒരു പെൺകുട്ടിയോട് തിരിച്ച് പ്രകോപനമുണ്ടാക്കിയതിൻ്റെ പേരിൽ 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല, സ്പോർട്സ് ടീമിൽ നിന്നെല്ലാം നീക്കം ചെയ്യുകയും ഒറ്റയ്ക്കിരുത്തി കാവലേർപ്പെടുത്തിക്കൊണ്ട് പിന്നീട് പരീക്ഷയിൽ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്തത് വലിയ സമ്മർദ്ദമായി മാറിയെന്ന് രചന സ്കൂൾ വൈസ് പ്രിൻസിപ്പലിന് എഴുതിയ കത്തിൽ പറയുന്നു. ബിനു അസീസ്, ദ വൈസ് പ്രിൻസിപ്പൽ, ജെംസ് മോഡേൺ അക്കാഡമി, കൊച്ചി. I am Rajana PM, the mother of Mihir Ahmad, an ex-student of your school who ended his life on January 15, 2000 by jumping എന്ന് പറഞ്ഞ ആ കഥ പറയാണ്. I am writing this letter to you to refresh your memory on certain events where you played an integral role and affect my son's mental health. എൻ്റെ മകൻ്റെ മാനസികാരോഗ്യത്തെ ദോഷമായി ബാധിക്കുന്ന തരത്തിൽ അതിശക്തമായ നിലപാടാണ് താങ്കൾ എടുത്തത്.
that further led him taking his life in the most gruesome manner. അതുകൊണ്ടാണ് അവൻ പിന്നീട് മരിച്ചത്. I find it extremely important to bring these events to light because no other child ever have to go through what my son did. എൻ്റെ മകന് പറ്റിയത് മറ്റൊരു കുട്ടിക്കും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. In the first week of October, when we were out of station, a girl provoked my son in the school and he reacted. പെൺകുട്ടി പ്രൊവോക്ക് ചെയ്തു, ഇവൻ പ്രതികരിച്ചു. Your school decided to suspend him for 7 days, which we accept. 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു, ഞാൻ അംഗീകരിച്ചു. After my husband and I returned to town, we met you and your colleagues സൗമ്യ. നിന്നെയും നിന്റെ സൗമ്യ എന്ന് പറയുന്ന കൊളീഗിനെയും ഞങ്ങൾ കണ്ടു. You were hostile to us throughout the meeting and even humiliated my son. വളരെ മോശമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത്, മകനെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചു. Which made all of us very uncomfortable. What did you achieve by humiliating my son, Mr. ബിനു? പ്രിയപ്പെട്ട ബിനു, എൻ്റെ മകനെ ഹ്യൂമിലിയേറ്റ് ചെയ്തതുകൊണ്ട്, ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് നേടി? Even after the suspension period, you took forward some sort of personal grudge against my son and made him write all exams in an isolation room. ഈ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു ചെന്നിട്ടും നിങ്ങളുടെ പക മാറിയില്ല. ഒരു മുറിയിൽ ഒറ്റയ്ക്കിരുത്തി അവൻ്റെ പരീക്ഷ എഴുതിച്ചു. ആസ് പെർ ദി പ്രിൻസിപ്പൽ, ദിസ് ഡിസിഷൻ വാസ് ടേക്കൻ ബൈ യു വിതൗട്ട് ഹിസ് അപ്രൂവൽ. പ്രിൻസിപ്പൾ പറഞ്ഞത് അയാൾ അറിയാതെയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നാണ്. വൈ ഡിഡ് യു എക്സ്റ്റെൻഡ് മിഹിർസ് സസ്പെൻഷൻ? ഡിഡ് ഹി മേക്ക് എനി അതർ മിസ്റ്റേക്ക്? എന്തുകൊണ്ടാണ് നിങ്ങൾ മിഹിറിൻ്റെ സസ്പെൻഷൻ നീട്ടിയത്? അവൻ മറ്റെന്തെങ്കിലും കുറ്റം ചെയ്തോ? ഹൗ ഡസ് പുട്ടിങ് എ ചൈൽഡ് ഇൻ ഐസൊലേഷൻ help, Mr. Binu? As the vice principal of such a reputed school, it is how you discipline all your students. I am appalled. Why did you do this to my beloved son? He finally chose to leave to a better world where he will not have to face humiliation from people like you. നിന്നെ പോലുള്ളവരുടെ പീഡനം സഹിക്കേണ്ടാത്തൊരു ലോകത്തേക്ക് അവൻ പോവുകയായിരുന്നു. നീ എന്തിനാണ് ഇത് ചെയ്തത്? In the same meeting with my son, present right there, you asked some really uncomfortable questions about him. വളരെ മോശമായ ചില ചോദ്യങ്ങൾ അവനോട് നീ ഞങ്ങളുടെ മീറ്റിംഗിൽ വെച്ച് ചോദിച്ചു. I couldn't hold back my tears at this point and left the room immediately. സഹിക്കാനാവാതെ ഞാൻ മുറി വിട്ടുപോയി. He never recovered from this insult and finally took his life. ഈ ഇൻസൾട്ടിൽ നിന്നും ഒരിക്കലും അവൻ മോചിതനായില്ല, ഒടുവിൽ മരണം തെരഞ്ഞെടുത്തു. Is that what you wished for? Why did you do this to us, Mr. Binu? ഇതായിരുന്നു നീ ആഗ്രഹിച്ചത്? എന്തിനായിരുന്നു നീ എൻ്റെ മകനെ കൊലയ്ക്ക് കൊടുത്തത്? മിഹിർ ഗീവ് ഓൾ ഹിസ് എക്സാംസ് ഇൻ ഐസൊലേഷൻ ടു സാറ്റിസ്ഫൈ യുവർ ഈഗോ. നിന്റെ ഈഗോയെ സംതൃപ്തിപ്പെടുത്താൻ മിഹിർ എല്ലാ പരീക്ഷയും ഒറ്റയ്ക്ക് ഇരുന്നെഴുതി. യു അപ്പോയിന്റഡ് എ ഗാർഡ് ടു മോണിറ്റർ ഹിം. നീ ഒരു സെക്യൂരിറ്റിയെ അവനെ നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തി. ദ മോണിറ്റർ ഈവൻ എസ്കോർട്ടഡ് ഹിം ടു ദ വാഷ്റൂം. വാഷ്റൂമിൽ പോലും അവൻ ഒറ്റയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. ഈവൻ ആഫ്റ്റർ ഹി എക്സ്പ്രസ് ഹിസ് ഇമോഷണൽ ടർമോയിൽ, യു കണ്ടിന്യൂ ടു ഐസൊലേറ്റ് ഹിം. അവൻ്റെ വേദന പറഞ്ഞിട്ടും നീ അവനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. വൈ ഡിഡ് യു സീ മൈ 14-year-old സൺ ആസ് എ ക്രിമിനൽ ഓർ സൈക്കോ? എൻ്റെ 14 വയസ്സുള്ള മകൻ ഒരു ക്രിമിനൽ ആണെന്ന് നിനക്ക് തോന്നിയത് എങ്ങനെയാണ്? വാട്ട് ഡിഡ് ഹി ഡു ടു ഡിസേർവ് ദിസ്? ഡിഡ് ഇറ്റ് സാറ്റിസ്ഫൈ യുവർ ഈഗോ? ഇവൻ എന്ത് ചെയ്തിട്ടാണ് നീ അങ്ങനെ ചെയ്തത്? നിന്റെ ഈഗോയ്ക്ക് സന്തോഷം കിട്ടിയോ? മിഹിർ വാസ് കിക്ക്ഡ് ഔട്ട് ഓഫ് ദി ബാസ്കറ്റ്ബോൾ ടീം ടു. റിമെമ്പർ, അവനെ ബാസ്കറ്റ്ബോൾ ടീമിൽ നിന്ന് പുറത്താക്കി. When asked why, his coach told him that it was your decision. അവൻ്റെ കോച്ച് പറഞ്ഞു ഇത് നിന്റെ തീരുമാനമാണെന്ന്. Did you know how much it mean to him being in the basketball team? ബാസ്കറ്റ്ബോൾ ടീമിൽ അംഗമായിരിക്കുന്നത് അവൻ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നിനക്കറിയാമോ? And then when he begged you about it, you simply told him that he cannot be part of the team anymore. അവൻ നിന്നെ കാലിൽ പിടിച്ച് ചോദിച്ചു, ഇനി നിന്നെ ടീമിൽ ഉൾപ്പെടുത്തില്ലെന്ന് പറഞ്ഞു. My son loved the sports and you broke his heart. എൻ്റെ മകൻ സ്പോർട്സിനെ ഇഷ്ടപ്പെട്ടിരുന്നു, നീ അവൻ്റെ ഹൃദയം തകർത്തു. He would cry every day at humiliation he faced from you. നീ അവനെ പീഡിപ്പിച്ചതിനെ ഓർത്ത് ഓരോ ദിവസവും അവൻ കരഞ്ഞുകൊണ്ടിരുന്നു. That is perhaps what you wanted to write. ഒരുപക്ഷെ നീ ആഗ്രഹിച്ചത് അതായിരിക്കാം. You decided to extend his suspension without any reason or approval from the principal. Do you have any idea about emotional damage that your torture caused my son? നിന്റെ ക്രൂരമായ പീഡനം എൻ്റെ മകനെ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചു, വേദനിപ്പിച്ചു നിനക്കറിയാമോ? After witnessing his mental health deteriorating because of severe punishment,
We mailed you thrice, questions you to reconsider your decisions and support my son. You were adamant. What was the reason? ഞങ്ങൾ പലതവണ നിനക്ക് കത്തയച്ചു, നിനക്ക് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. When he left Almighty God, you didn't even show the courtesy to pay tribute to him. അവൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ അവനൊരു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പോലും നീ എത്തിയില്ല. You didn't even bother to meet us or apologize for your inhumane steps taken against my son. Is this behavior expected from a vice principal of a reputed school who played a critical role in crumbling my son? ഇങ്ങനെയാണോ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ പെരുമാറേണ്ടത്? I know my son isn't going to come back. Writing this letter won't change anything for me, his father, sister or the family. എൻ്റെ മകൻ തിരിച്ചു വരാൻ പോകുന്നില്ല. അവൻ്റെ അപ്പനും അമ്മയ്ക്കും സഹോദരനും കുടുംബത്തിനും ഇതുവഴി ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. Your apology won't make any difference anymore. നിന്റെ അപ്പോളജി കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. But I want the school to know how my son was treated by their vice principal. എന്നാൽ സ്കൂൾ അറിയണം എൻ്റെ കുട്ടിയോട് എങ്ങനെയാണ് ഈ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ പെരുമാറിയതെന്ന്. We wonder how perhaps many other students are being treated currently for a mistake that can be corrected through conversation and love. സ്നേഹത്തോടെ സംഭാഷണത്തോടെ അവസാനിപ്പിക്കാവുന്ന ചെറിയ മിസ്റ്റേക്കുകൾ നിങ്ങൾ എങ്ങനെയാണ് വഷളാക്കുന്നതെന്ന് എനിക്ക് ആശങ്കയുണ്ട്. ദാറ്റ്സ് വാട്ട് വി എക്സ്പെക്ട് സ്കൂൾസ് ടു ഡു. അങ്ങനെയാണ് സ്കൂളുകൾ ചെയ്യേണ്ടത്. ഐ ഹോപ്പ് എവറി ടീച്ചർ ആൻഡ് പാരന്റ് റീഡിംഗ് ദിസ് ആസ്ക് ദംസെൽഫ് എ ക്വസ്റ്റ്യൻ. ഇത് വായിക്കുന്ന അധ്യാപകരും മാതാപിതാക്കളും സ്വയം ഒരു കാര്യം ചോദിക്കുക. ആർ അവർ സ്റ്റുഡൻസ് ചിൽഡ്രൻ സേഫ് വിത്ത് ദിസ് വൈസ് പ്രിൻസിപ്പൽ? നിങ്ങളുടെ മക്കൾ ഈ വൈസ് പ്രിൻസിപ്പലിന്റെ മുമ്പിൽ സുരക്ഷിതരാണോ? ആർ ദ ടീച്ചേഴ്സ് ക്രിയേറ്റിംഗ് എ സേഫ് സ്പേസ് ഫോർ ദ ചിൽഡ്രൻ ഓർ എനി ഓർ ആർ ദേ ഇൻസ്റ്റൈലിംഗ് ഫിയർ ആൻഡ് ഹ്യൂമിലിയേഷൻ ടു ദം? ടീച്ചർമാർ ഒരു സുരക്ഷിതമായ സ്ഥലമുണ്ടാക്കിയാണോ അതോ ഭയം സൃഷ്ടിക്കുകയാണോ? വാട്ട് വിഡ് യു ആൻസർ ടു യുവർ സെൽഫ് ബി മിസ്റ്റർ ബിനു? ബിനു, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മറുപടിയുണ്ടോ? We do not have any grudges against you, but we hope this letter helps in preventing such tragedies in future. A deeply grieving mother. ഇത് ജെംസ് അക്കാദമി വൈസ് പ്രിൻസിപ്പൾക്ക് മരിച്ചുപോയ ആ കുട്ടിയുടെ അമ്മ എഴുതിയ കത്താണ്. ഇങ്ങനെ എഴുതാത്ത ഒരുപാട് കത്തുകൾ ഇത്തരം 5 സ്റ്റാർ സ്കൂളുകളുടെ പരിസര പ്രദേശത്തുണ്ട്. കുട്ടികളെ സമ്മർദ്ദത്തിലാഴ്ത്തി അവർക്ക് വലിയ കരിയർ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അറിയുക, ചിലപ്പോൾ അവർ നിങ്ങൾക്ക് കൈവിട്ടു പോയെന്ന് വരാം.